യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പ്രസംഗം, ജോസഫ് അച്ഛൻ്റെ പ്രസംഗം എൻ്റെ കണ്ണിൽ പെടുവാണ്. അങ്ങനെ ഞാൻ ആ പ്രസംഗം ഇരുന്ന് കേട്ടു. ഒരു മണിക്കൂർ ഇരുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം, ഒരു മനസ്സിനൊരു ശാന്തത കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല പോലെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പം ഞാൻ ഡെയിലി ഇരുന്ന് പിന്നെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങി. അന്ന് വൈകിട്ട് ഞാൻ വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോയി ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു മുല്ലപ്പൂവിൻ്റെ മണം പോലെ റൂമിൽ ഫീൽ ചെയ്തു. അപ്പം ഞാൻ പുറത്തൊക്കെ ചെന്ന് നോക്കി, വല്ല പൂത്തിട്ടുണ്ടോ എന്ന് നോക്കി. പക്ഷെ അതൊന്നും അല്ല. എനിക്കപ്പോൾ ബോധ്യമായി മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട് എന്നെനിക്ക് ബോധ്യമായി. അടുത്ത ദിവസം തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്തു. അതോടുകൂടി എൻ്റെ വിശ്വാസം, എൻ്റെ ആ പേടി, തോക്കുമെന്നുള്ള പേടി മാറി തുടങ്ങി.